എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഹേമ റിപ്പോർട്ട് പുറത്തു വന്നു, കുറച്ച് ലേറ്റായി, അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കുറച്ചും കൂടി മുമ്പേ വരാമായിരുന്നു, വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേ, അത്രേ ഉള്ളൂ. ഈ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ വലിയ തരത്തിൽ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ലൈംഗിക ചൂഷണം പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും ചൂഷണം, അവരും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയില്ലേ, ആരൊക്കെ പ്രതികരിക്കുന്നത് അവരാണ് നെഗറ്റീവായിട്ട്. നിങ്ങൾ മീഡിയക്കാരനെ കാണിക്കുന്നത് അതാണ് ഏറ്റവും. നമ്മൾ പ്രതികരിച്ച അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ, ബിക്കോസ് ബേസിക്കലി നമ്മുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത്. പിന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെയും പിന്നെ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്ത്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ പെണ്ണുങ്ങളെയും ആണുങ്ങളും ആയിട്ട് പറയാണ്. അപ്പം നമ്മളൊന്നും പറയാൻ പാടില്ല, പറഞ്ഞാൽ അതൊരു വലിയൊരു തെറ്റാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണിച്ചിട്ടുണ്ട്, മീഡിയ ഉൾപ്പെടെ. അതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രി അല്ല, ഏത് മേഖലയിലും ഇത് നടക്കുന്ന ഒരു കാര്യമാണ്. സോ അതാണ് ഇത് ഒരു പ്രോബ്ലമായിട്ട് വരുന്നത്. റിപ്പോർട്ടിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർക്കുള്ള കാര്യം. പക്ഷേ ഈ റിപ്പോർട്ടിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പഠിക്കുന്നു, വിവരമായി വെക്കുന്നു, അതിനപ്പുറത്തേക്ക് നടപടി വേണ്ടേ? ഇതൊരു ജസ്റ്റ് ബേബി സ്റ്റെപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാനിപ്പോൾ ഇതുവരെയും അറിഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഒന്ന് എന്താ പറയുക, നടന്നു വന്ന് ഒന്ന് ഓക്കെ ആയി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പോയി കഴിഞ്ഞിട്ടേ നടക്കണ്ടാവുള്ളൂ. ഇതിപ്പോ ഈ വർഷങ്ങളായിട്ട് ചലച്ചിത്ര മേഖല, സിനിമാ മേഖലയിലുള്ള ഒരാളെന്ന നിലയിൽ സ്ത്രീകളുടെ അടക്കം യുവതികളുടെ നടിമാരുടെ വാതിലിൽ വന്ന് മുട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പല ആളുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് പറയാത്തത് ഇപ്പോഴല്ലേ ഈ ആൾക്കാരെല്ലാം, ഇപ്പോഴത്തെ തലമുറയല്ലേ കുറച്ചുകൂടി ഫൈറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനുള്ള സമയത്തെല്ലാം എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 4-5 കേസസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, പക്ഷെ എനിക്ക് മോശമായ ഒരു അനുഭവം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നോട്ട് അറ്റ് ഓൾ. ബിക്കോസ് നോ പറയുന്ന സ്ഥലത്ത് നോ പറയുന്ന ഒരാളായതുകൊണ്ട്, ഇന്നല്ല സ്കൂള് തൊട്ട്, ഞാൻ അനശ്വരം തൊട്ടിട്ടുള്ള ഒരാൾ അങ്ങനെ തന്നെയാണ്. സോ എൻ്റെ നിലപാട് എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്താണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ കുട്ടി ബംഗാളിൽ നിന്ന് വന്നിട്ടും പറയാതെ ഇരുന്നു. അത് എന്തുകൊണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ആ കുട്ടി ഈ ഒരു ധൈര്യം എടുത്ത് ഇന്ന് മുന്നോട്ട് വന്നു. അതുകൊണ്ട് എന്താ പറയുക, കുറേ പെണ്ണുങ്ങളും സ്ത്രീകളെല്ലാം മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ മീഡിയക്കാർ അവരെ സുരക്ഷിതരാക്കിയിട്ട് അവർക്കൊരു ഫീലിംഗ് കൊടുക്കൂ, കോൺഫിഡന്റ് ആയിട്ട് അവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാതെ. എൻ്റെ എത്രയോ കേസസിൽ നിങ്ങൾ തന്നെ ഇരുന്നിട്ട് പറഞ്ഞിട്ടില്ലേ, ഞാൻ പൊതുവേദിയിൽ പ്രസവം നടത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മീഡിയാസ് ആഘോഷിച്ച ആൾക്കാരല്ലേ. അതെല്ലാം ഞാൻ തരണം ചെയ്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാ അറിയോ, എനിക്കറിയാം ഞാനൊരു ഫീൽഡ് അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുമെന്നുള്ള എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് തന്നൊരു എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ് ഓഫ് ഞാൻ ഏത് ഇൻഡസ്ട്രിയിൽ വെരി വെരി ഹാപ്പി. ഞാൻ പറയുന്നത് എല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഈ ഇൻഡസ്ട്രിയിൽ വരണം എന്നല്ല പറയുന്ന ഒരാളാണ്. ഭയങ്കര അത്ര മോശമായ ഒരു ഇൻഡസ്ട്രി അല്ല, പക്ഷേ അത് നമ്മൾ എങ്ങനെ അതിന് കൈകാര്യം ചെയ്യണം, അതാണ് ഇമ്പോർട്ടന്റ്. മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? 15 പേരടങ്ങുന്ന ഒരു സംഘം, മാറ്റി നിർത്തുന്ന ഒരു സംഘം, പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നു. അല്ല, എന്നോടിപ്പോ പറഞ്ഞു ആണുങ്ങൾ ആയ 15 വൈ നോട്ട്, പെണ്ണുങ്ങളും ഉണ്ടാവും ചിലപ്പോ. പോയി നോക്കൂ. ഞാനൊരു പവർ അല്ലേ, എനിക്കെന്തിനാ പവർ ഗ്രൂപ്പ്? കുറെ വർഷമായിട്ട് ജോലി ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ മേഖലയാണ്, അവിടെ പവർ ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെ കുറച്ചുപേരെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അനുഭവം എത്രയോ പ്രാവശ്യം എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. ദാറ്റ്സ് ഓക്കെ. സോ വാട്ട്? എനിക്ക് വരാനുള്ള സിനിമ വരും, എനിക്ക് കിട്ടാനുള്ള സിനിമ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർ വരും. എനിക്ക് കിട്ടാനുള്ള, ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് ഏത് കഥാപാത്രം ചെയ്യണം. ഞാനൊരു ബോൾഡാണ്, ബ്യൂട്ടിഫുൾ ആണ്, എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ബോൾഡൊന്നുമല്ല, പറയുന്ന സമയത്ത് കറക്റ്റായ കാര്യങ്ങൾ പറയാനുള്ള കാര്യം നിലപാടെടുക്കുന്നതുകൊണ്ട് ബോൾഡ് ആവുകയല്ല. അത് നിങ്ങൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത്. അത് മീഡിയക്കാർ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കൂ, എത്ര പെണ്ണുങ്ങൾ പുറത്തു വരും, അതിൽ ആണുങ്ങൾ വരെ പുറത്തു വരും. അനുഭവിച്ചിട്ടൊന്നുമില്ല. എന്തിന്? ഫോർ വാട്ട്?
ഞാനൊരു ജോലി ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെതായ ഞാൻ അത് എൻ്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത്. അത് അവിടെയാണ് എൻ്റെ പേരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ 12 വയസ്സുള്ള മോള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽഡ് എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി നന്ദി പറയേണ്ടത് നിങ്ങൾ മീഡിയക്കാരാണ്. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞാലും, പക്ഷെ എവിടേക്കോ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ ടേക്ക് എല്ലാം പോസിറ്റീവായിട്ട്. നെഗറ്റീവ് മാത്രം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ഇവിടെ കരയേണ്ടേ ഉണ്ടാവുണ്ടാവില്ല, ഞാൻ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന, നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതിനകത്ത് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടേണ്ട ആളുകളാണ് ആ സംഘടന കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടോ അതിനകത്ത്? ഒരു അല്ല, എന്റെ പ്രശ്ന സമയത്ത് ഞാൻ അവരോട് പണ്ട് പറഞ്ഞ ഒരു പൊതുവേദിയിൽ ഒരു എന്താ പറയാ വെള്ളംകളി സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ കൂടെ അമ്മയല്ല, ഫെഫ്കെ അല്ല, ഫിയോക്ക് എല്ലാവരും നിന്നുണ്ടായിരുന്നു. പക്ഷേ കേസ് ഞാൻ തന്നെയാണ് നടത്തേണ്ടത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂ, ഇതാണ് ചോദ്യം. ഈ പരാതി കൊടുക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ അമ്മ ആ തരത്തിൽ മേ ബി ബിക്കോസ് ഞാനത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പിന്തുണ ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ ഞാൻ ആരും വെയിറ്റ് ചെയ്യാറില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും. ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നാലേ ഞാൻ ആ ആള് മുന്നോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും. എന്തിനാ നമ്മൾ വെയിറ്റ് ചെയ്യണത്? പവർ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞത്, ഇപ്പൊ ഈ പവർ ഗ്രൂപ്പ് ഇടപെട്ടിട്ട് മാമിനിപ്പോ അവസരം കിട്ടിയത് ഇവരിടപെട്ടിട്ട് ഏതെങ്കിലും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി എത്രയോ സിനിമകള് 9 സിനിമേന്റെ സൈനിങ് എമൗണ്ട് എല്ലാം ഞാൻ ഇട്ട് വിഴുങ്ങി, ഇപ്പൊ കഴിച്ച് വിഴുങ്ങി ഞാനെല്ലാം. അപ്പൊ അങ്ങനെ മാറ്റി നിർത്താൻ തക്ക ഫോഴ്സ് ആയിട്ട് അവിടെ സിനിമയിൽ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് തന്നെയാണ്. ഐ ഡോണ്ട് നോ ഹൂ. ഇപ്പൊ എന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കണ്ടോ? ചിലപ്പോ നിങ്ങൾ എന്റെ ദുഷ്മന്മാരാണെങ്കിലോ? ആരാന്നറിയില്ലെങ്കിലും അങ്ങനെ ഒരു സംഘടന, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ സ്ത്രീകളുണ്ട്. അതിൽ ഐ ഡോണ്ട് ലൈക്ക് ദീസ് ആണുങ്ങൾ മാത്രം തെറ്റായി ചെയ്യുന്നത്. അത് എനിക്ക് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഇതിൽ അതേ സമയത്ത് സ്ത്രീകൾ എന്തുകൊണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യില്ല? ഏറ്റവും വലിയ ദുഷ്മൻ സ്ത്രീ തന്നെയാണ്. ഈ WCC സംഘടന ഉണ്ടായ ഈ സിനിമാ മേഖലയിലെ വനിതകൾക്ക് വേണ്ടിയിട്ടാണ്. ആ സംഘടന ഇപ്പോൾ സ്പ്ലിറ്റ് അപ്പ് ആണ്. അവരാണ് ഈ ഇനിഷ്യേറ്റീവുകൾക്ക് തുടക്കം. ഈ WCC എന്ന് പറയുന്ന സംഘടന കൊണ്ട് സ്പ്ലിറ്റ് ആവുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കിടയിൽ ഉണ്ടോ? ഐ ഡോണ്ട് നോ, ബിക്കോസ് WCC അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് എന്നെ പഠിപ്പിച്ച എൻ്റെ പേരൻസ് മീൻസ് യു ഹാവ് ടു ഫൈറ്റ് യുവർ ഓൺ ബാറ്റിൽ എന്നുള്ള രീതിയിലാണ് പഠിപ്പിച്ചിട്ടുണ്ട്. WCC ചെയ്തിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അവർ കാരണമല്ലേ പുറത്തു വന്നത്, അങ്ങനെയെങ്കിലും പുറത്തു വന്നല്ലോ. അപ്പോൾ ഇനി പക്ഷേ നമ്മൾ ഈ സബ് ടീം ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. യുനോ, ഇപ്പോൾ അമ്മ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട എത്രയോ ആൾക്കാർക്ക് എന്താ പറയുക കൈനീട്ടം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ പക്ഷെ അതിന് നമ്മളെ അമ്മ എപ്പോഴും 24/7 നമ്മളെ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങളെ 24/7 ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഫൈറ്റ് നമ്മൾ തന്നെ ചെയ്യണം. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നു, അതിനകത്ത് വലിയ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോഴും ഇതിനകത്ത് സർക്കാർ എടുക്കുന്ന നിലപാട് കേസെടുക്കാൻ കഴിയില്ല, മൊഴികൾ വേണം, അല്ലെങ്കിൽ ഇവർ വന്നിട്ട് പരാതി തരണം, അങ്ങനെയാണ് സർക്കാരിന്റെ നിലപാട്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഇത്രയും ചർച്ചകളായി അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ കൊടുത്ത കേസസ് നമ്മൾ പ്രൂഫ് കൊടുക്കണം, നമ്മൾ ഇത് ചെയ്യണം, നമ്മൾ അത് ചെയ്യണം. പിന്നെ അത് എങ്ങനെ ഒരു കേസും സമയത്ത് സോൾവ് ചെയ്യില്ല. എത്രയോ 12 വർഷം 2011-10 എന്തോ കൊടുത്ത, ഇന്ന് എത്രയായി? 15 വർഷമായില്ലേ. ഞാൻ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് കല്യാണം കഴിച്ച ഒരു കുട്ടിയായി. യുനോ, കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ എവിടെ പോവാ എനിക്കറിയില്ല, ഞാൻ ഉണ്ടാവുമോ എന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെയാണ് കേസ് ഇവിടെ നടക്കുന്നത്. ഒരു പെണ്ണിനെയും ഒരു കേസും ഒരു കോടതിയും ഒരു ഹൈക്കോർട്ടും സ്ത്രീ ജഡ്ജ് ആയാലും സ്ത്രീ വക്കീലായാലും ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിന്റെ വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്ത എന്താകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഐ ആം നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഞാൻ ഒരു ചേഞ്ചും പ്രതീക്ഷിക്കുന്നില്ല. ലോ മാറാനുള്ള സമയം കഴിഞ്ഞു. യുനോ, ലോ കുറച്ചും കൂടിയും ആൾക്കാർ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ലോനെ ഒന്ന് സമീപിച്ചാൽ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ അത് നേരിടും. ജഗദീഷ് ഏട്ടന്റെ നിങ്ങൾ എന്താ ഇങ്ങനെ പറയണേ? ഏതോ ഒരു ആളെ പറ്റി സംസാരിക്കുന്ന പോലെ പറഞ്ഞത്. ഈ അമ്മ പ്രതികരിക്കാൻ വൈകി, ഒരാഴ്ച വൈകി, അത് തെറ്റാണ്, മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു വിഷയത്തിൽ
അങ്ങനെ ഒരു കുറ്റകരമായ മൗനം അമ്മയ്ക്കുണ്ടായിരുന്നു ഒരാഴ്ച സമയം? ഞാൻ അമ്മേന്റെ ഇപ്പോ ഭാരവാഹി ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ രക്ഷപ്പെട്ടു. ആ അങ്ങനെ ഒരു മൗനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? കാരണം അല്ല, ഇത് നമ്മൾ ഇന്ന് പ്രോബ്ലമായി 5 മിനിറ്റ് കഴിഞ്ഞ് അതിന്റെ ഉത്തരം പറയണം, അങ്ങനെയല്ല. അതൊക്കെ കുറെ ഈസി പീപ്പിൾ ഹാവ് ടു മീറ്റ് അപ്പ്. അതാണല്ലോ ഈ എന്താ പറയാ, NGOസും കോർപ്പറേറ്റ് എല്ലാം. നിങ്ങൾ മീഡിയ പോലെ അല്ലല്ലോ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. സിനിമ കോൺക്ലേവ് നടത്താൻ, ഇതിനൊരു പരിഹാരം കാണാൻ സംഘടനയെ ഒരുമിച്ച് ഈ ഭിന്നത മാറ്റാനായിട്ടൊരു ശ്രമമാണ് സിനിമ കോൺക്ലേവ് എന്ന് സർക്കാർ പറയുന്നത്. ആ സിനിമ കോൺക്ലേവ് കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? സിനിമാ കോൺക്ലേവിൽ വിശ്വാസമില്ല. എനിക്ക് ഒന്നിനും വിശ്വാസമില്ല. സിനിമാ നയത്തിലോ? സിനിമാ നയം ഒരു പോളിസി അല്ല, പോളിസി എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, ഐ ജസ്റ്റ് ടേക്ക് ദിസ് ആസ് നമുക്ക് നല്ല ലോസ്, നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻ വന്നാൽ നല്ലത്. പക്ഷെ ഇത് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സാണ് എല്ലാം ഇത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ സിനിമ കിട്ടില്ല. നിങ്ങളോട് എല്ലാവരും ഞാൻ പ്രതികരിച്ചു, സിനിമ കിട്ടില്ല. എന്നെ നിങ്ങൾ എന്തിനു ഭയം? എന്തുകൊണ്ടാണ് വിശ്വാസമില്ല എന്ന് പറഞ്ഞത്? ഒന്നിനും വിശ്വാസമില്ല. ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് ബിലീഫ്, ദാറ്റ്സ് ഇറ്റ്. അത് എന്തുകൊണ്ട് മീൻസ് എക്സ്പീരിയൻസ് മേ ബി. അങ്ങനെയൊന്നുമില്ല. നത്തിങ് ലൈക്ക് ദാറ്റ്. ഐ മീൻസ് അങ്ങനെ അത്രയൊന്നും ഞാൻ സീരിയസ് ആയി കരുതിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാണ്. നമുക്ക് അത്ര ഒരു കാര്യത്തിന് ലാഘവത്തോട് കാണാൻ കഴിയില്ല, കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അപ്പൊ അതിന് നമ്മൾ എന്തുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിനകത്ത് അല്ലെങ്കിൽ ഇത് മാമിന്റെ വാക്ക് കേൾക്കുന്ന ആളുകൾക്ക്, ശ്വേതാമേനോനെ പോലെ ഒരാൾ എന്തുകൊണ്ട് സിനിമാ കോൺക്ലേവിൽ വിശ്വസിക്കുന്നില്ല, ആ ഒരു ചോദ്യം പൊതുസമൂഹമാണ് ചോദിക്കുന്നത്. അതിന് അവർക്ക് ഉത്തരം അറിയേണ്ടതുണ്ട്. ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയായിട്ട് മാത്രമേ ഞാൻ കരുതാലോ. അന്ന് എന്റെ ബോസ് ഒരു ഡയറക്ടറും പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ രീതിയിലാണ് ഞാൻ സിനിമേനെ ഇതുവരെ സമീപിച്ചിരുന്നത്. ബിക്കോസ് ഞാൻ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യും, അല്ല ഫെഫ്ക എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയില. എന്നാ എനിക്ക് പ്രശ്നമുണ്ടായ സമയത്ത് ഞാൻ ബി ഉണ്ണികൃഷ്ണൻ ഏട്ടനെയും അന്ന് ഇടവേള ബാബു ചേട്ടനെയും എല്ലാം വിളിച്ച സമയത്ത് എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റോങ് ആയ ഒരു കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് നമ്മൾ ഓരോരുത്തർ സിംഗിൾ ഹാൻഡഡ്ലി മാറ്റം എന്താ പറയാ ആലോചിച്ചാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവൂ. നിയമം മാറണം, നയങ്ങൾ മാറണം എന്നൊക്കെ പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം വേണമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കധികം മലയാളം സിനിമ മാത്രമല്ലല്ലോ, സിനിമ ലോകം വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കി പറയുകയാണെങ്കിൽ അത്രയധികം പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെ നേരിടുന്ന വിഷയങ്ങൾ. അപ്പൊ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം അതിനകത്തുണ്ടാകുമെന്ന് തോന്നുന്നു. ഉണ്ട്. സൂപ്പർബല്ലേ. ഞാനിപ്പോ അടുത്തൊരു വെബ് സീരീസിൽ വർക്ക് ചെയ്തു, നാഗേന്ദ്രൻ സണിമോൻ. ഇന്നത്തെ തലമുറ നിതിൻ രഞ്ജി പണിക്കരാണ് ഡയറക്ട് ചെയ്തത്, സഞ്ജയ് പടിയൂരാണ് പ്രൊഡ്യൂസർ. സൂപ്പർ ഫീലിംഗ്. അതിലിപ്പോ മീൻസ് അങ്ങനെ ഒരു സീനിയർ ആണ്, ജൂനിയർ, എല്ലാവരും ഒരേ തട്ടത്തിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ഹൗ. അത് ആരാ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അത് ആ ടീമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറെ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വെബ് സീരീസ് എനിക്ക് എന്തെങ്കിലും വർക്ക് കിട്ടണേ. കിട്ടിയ ചാൻസിൽ ഞാൻ എന്റെ ഓഫ് കോഴ്സ് ഐ എം ഷുവർ ഉണ്ടാവും. ഇപ്പോഴും അത് എനിക്കറിയില്ല, എനിക്ക് വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയില്ല. സംശയപ്പെടി ഞാൻ പറയുന്നത് താങ്കൾ ധൈര്യപൂർവ്വം കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചൂഷണം നേരിട്ട ഒരു സഹപ്രവർത്തക എന്റെ അടുത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഐ തിങ്ക് ഞാൻ എവിടെയോ അവരെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ബിക്കോസ് എന്റെ അടുത്ത് ആരും വന്ന് സംസാരിച്ചിട്ടില്ല. എനിക്ക് മോശമായ ഒരു ഇതുണ്ടായിട്ടില്ല, സത്യം പറയാണ്. ഞാനെല്ലാം ജനറൽ ബോഡി മീറ്റിംഗിൽ പറയാറുണ്ട്, മൈക്കുണ്ട്, എല്ലാവരും വരിക. പിന്നെ ഞാൻ ഇതും പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാവശ്യം ഞാൻ എന്റെ അവസാനത്തെ വൈസ് പ്രസിഡന്റ് ഇത് ഭാരവാഹി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എന്നെ വിളിച്ച് പറയരുത് എനിക്ക് സമയം കിട്ടിയില്ല എന്ന്. പറയാനുള്ള സമയത്ത് പറയണം. മൈക്ക് കൊടുത്തു, വേദി കൊടുത്തു. വേറെ അല്ല, എന്താ അറിയോ, നമുക്ക് പറയണം എന്ന് തോന്നിയാൽ നമ്മൾ ഇപ്പോ പറയണം, അത്രേ ഉള്ളൂ. ഐ മീൻസ് മൈക്ക് വേണോ? മൈക്ക് ഇല്ലാതെ സംസാരിക്കാൻ പറ്റില്ലേ? ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അനുഭവിക്കുന്ന അത്രയും ഭീകരമായിട്ടുള്ള വിവേചനമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ അമ്മയുടെ യോഗത്തിലോ ചർച്ചയ്ക്കോ വന്നിട്ടുണ്ട്?
ഇത് ജനറൽ ബോഡി മീറ്റിംഗ്. ബോഡിയിൽ അമ്മയുടെ യോഗത്തിൽ ഈ ജനറൽ ബോഡി അതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ യൂഷ്വലി നമ്മളുടെ അമ്മമാരും ഈ ചേട്ടന്മാരും അവർക്ക് വേണ്ടിയുള്ള എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും, അല്ലാതെ ഒരു ബേസിക്കലി ഒരു കൂട്ടായ്മ, ഒരു ആഘോഷം, ആ രീതിയിലാണ്. അത് പ്യോർലി ഒരു പോസിറ്റീവായ ഒരു ഇതാണ്. ഒരു വുമൺ ഫ്രണ്ട്ലി എൻവയോൺമെന്റ് മലയാള സിനിമയിലുണ്ടോ? ക്ലിയർ ആണ്. വുമൺ ഫ്രണ്ട്ലി എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നോട് ചോദിച്ചാൽ യെസ്. മേഡം മൊത്തത്തിൽ ഞാൻ പറയുന്നത് ഈ ഹേമ അതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ഞാൻ വന്നത് ഹീറോയിനായിട്ട് തന്നെയാണ്. ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ഞാൻ ആരെ കൂടെ വർക്ക് ചെയ്തിരുന്നോ അവരെല്ലാവരും എന്നെ നന്നായിട്ട്, എന്നെ എല്ലാവരും എടാപോടാന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുക. ദേ ഓൾ ട്രീറ്റ് മീ ലൈക്ക് എ ഡൂഡ്. അപ്പോൾ എനിക്ക് ടോം ബോയ് പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്നോട് ഒന്നുമില്ല, എന്നെ മോശമായിട്ടൊന്നും ആരും ചോദിച്ചിട്ടുമില്ല. മാം ഒരു തവണ ആവർത്തിക്കുകയാണ്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആളാണ് രഞ്ജിത്ത്. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, ആ രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം, ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ്. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇങ്ങനൊരു ആരോപണം വരുന്നത്. അദ്ദേഹം ഇപ്പോൾ ആ സ്ഥാനത്ത് തുടരുന്നുണ്ട്, ആരോപണ വിധേയനാണ്. അദ്ദേഹം അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അയ്യോ, ഞാൻ മൂപ്പരുടെ കൂടെ 2 പടം ചെയ്തിട്ടുണ്ട്. അപ്പോ പാലേരി മാണിക്കാണ് എന്റെ ലാസ്റ്റ്. ഹി ട്രീറ്റ്സ് മീ ലൈക്ക് എ ബോയ്. അപ്പോൾ എനിക്ക് ഐ കാൺ സേ എനിത്തിങ് ലൈക്ക് ദാറ്റ്. എനിക്കറിയുന്ന ഒരു രഞ്ജിത്തേട്ടൻ എനിക്കറിയില്ല. പക്ഷെ എന്റെ സൈറ്റിൽ ഉണ്ടായിട്ടില്ല, 36 എന്റെ സൈറ്റിൽ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാനുള്ള സമയത്ത് ഞാനും മൈഥിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണായിട്ട്. ബാക്കി കുറെ ക്യാരക്ടേഴ്സ് ഇല്ലാണ്ടെങ്കിലും ആ സൈറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പരാതി ഉന്നയിക്കുകയാണ്, അതിന്റെ സംവിധായകൻ മോശമായി പെരുമാറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഷോക്കാണ്. അല്ലല്ല, അങ്ങനെ സി നമ്മളിപ്പോ ഞാൻ പറയട്ടെ, കുറെ സ്ത്രീകൾ ഇതിനെ എന്താ പറയാ വിക്ടിം ഗെയിമും കളിക്കാറുണ്ട്. സ്ത്രീ എല്ലാ ആണുങ്ങളും ഇറ്റ്സ് എല്ലാ ഹ്യൂമൻ ബീങ്സ് എല്ലാം രീതിയിലും കളിക്കുന്ന ഒരു ഇമോഷണൽ ആയ ഇങ്ങനെ കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൽ നല്ല സീരിയസ് ആയ കേസസ് ചിലപ്പോൾ ഡൈല്യൂട്ട് ആവുകയാണ്. അതാണ് ഏറ്റവും സാഡസ്റ്റ് പാർട്ട്. 10 കേസ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, അതിൽ ചിലപ്പോൾ 4 സീരിയസ് ആയ ജെന്യുവൻ വിത്ത് പ്രൂഫ് എല്ലാം ഉണ്ടാവുക, ബാക്കി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ 4 കേസിനും ബാക്കി 6 കേസുള്ള രീതിയിലാണ് സംസാരം ഉണ്ടാവുക. സ്വാഭാവികമായും ബംഗാളിൽ നിന്നുള്ളൊരു നടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള ഒരാളോട് ഈ രീതിയിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു പ്രതികരണം നടത്തേണ്ടതിന്റെ കാര്യമുണ്ടോ എന്നുള്ള സ്വാഭാവികമായ സംശയമാണ്. അപ്പൊ അവരുന്നയിച്ച കാര്യങ്ങളിൽ അതിനകത്തൊരു ഗൗരവമുണ്ട്, അത് ഒരു വസ്തുതയ്ക്ക് നിലനിൽക്കുന്നതാണെന്നൊരു തോന്നൽ നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. അല്ല, ഒബ്വിയസ്ലി ആ കുട്ടി അത്ര ഒരു അവര് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണ്ടെങ്കിൽ ഐ എം ഷുവർ സംതിങ് മസ്റ്റ് ബി സീരിയസ്. അത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ സംസാരിക്കണ്ടെങ്കിൽ അപ്പൊ അവർ എവിടെയോ ഇമോഷണൽ ആയിട്ട് അത് ബാധിച്ചിട്ടുണ്ടാവും. ഓ, അതൊന്ന് ഐ എം സോറി. നിങ്ങൾ മീഡിയ നിങ്ങൾ വെറുതെ, ഇതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് ഇപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കാൻ, പിന്നെ ഞാൻ സംസാരിക്കില്ല വെറുതെ. ഇത് കാണിക്കൂല, നിങ്ങൾ എഡിറ്റ് ചെയ്യും. അല്ല, ഈ ഹേമ കമ്മിറ്റി ഒരു ചരിത്രമാണ്. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റി ഉണ്ടാക്കിയ സർക്കാരിന്റെ പ്രധാനപ്പെട്ട സിനിമാ സംവിധാനത്തിന് തലപ്പത്താണ് ഇരിക്കുന്ന രഞ്ജിത്ത്. അപ്പൊ ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കും. അതൊരു ചോദ്യമാണ്. അത് എന്നോട് എങ്ങനെ ചോദിക്കാം? അത് നിങ്ങൾ ഗവൺമെന്റിനോട് അല്ല. അങ്ങനെ ഒരു മൂപ്പര് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി മൂപ്പര് പണിഷ്മെന്റ് ചെയ്യണ്ടേ, പണിഷ് കൊടുക്കണ്ടേ? നമ്മളെല്ലാ സ്ത്രീകളെയും പ്രതികരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതെ, അങ്ങനെ പറയൂ. പക്ഷേ മൂപ്പര് എന്ത് നിൽക്കണു അവിടെ മാറ്റണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഗവൺമെന്റ് അല്ലേ ഡിസൈഡ് ചെയ്യണ്ടേ. അല്ല, അങ്ങനെ ചെയ്ത് എന്തെങ്കിലും അതിൽ, അതാ ഞാൻ പറഞ്ഞത്, അതിന് എന്തെങ്കിലും ഒരു എന്താ പറയാ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ, അതല്ല ഏത് കേസാണെങ്കിലും ഐ തിങ്ക് നിലപാടും നമ്മളെ ലോ വേഗം എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇതൊക്കെ, ഞാൻ പറഞ്ഞില്ലേ 12-13 വർഷമായിട്ട് ഞാൻ ഒരു കേസ്, അതൊക്കെ ഹേമ കമ്മിറ്റിയിൽ ആക്ച്വലി വരണം. ബിക്കോസ് നമ്മൾ സ്ത്രീ റെസ്പെക്ട്, നമ്മൾ സെൽഫ് റെസ്പെക്ട് കിട്ടാത്തൊരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. 12-13 വർഷം മുമ്പേ ഞാൻ പ്രതികരിച്ച ഒരു സാറിന് ഇന്നും ഞാൻ കേസ് ഇത് ചെയ്യാണ്. എത്ര കാശ് എന്റെ പോകുന്നുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. എന്നോട് ചോദിക്കാതെ നമ്മുടെ സ്ത്രീന്റെ ഒരു ഫോട്ടോ എവിടെ യൂസ് ചെയ്യണം എന്ന് ഞാനാണ് തീരുമാനിക്കുക. അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് സിനിമ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് വന്നിട്ട് പോലും അതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായി. ഒന്നും മാറ്റിയിട്ടില്ല. ഇപ്പൊ നോക്കുള്ളൂ, എന്റെ കേസ് ഇപ്പോഴും അറിയില്ല എപ്പോൾ തരാൻ പോണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇത് ഞാൻ 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് തന്നെ പറയണ്ട, ആ കേസ് ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറം ലോകം കണ്ടിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, അത് ലേറ്റ് ആയിന്ന്. അട്ടിമറിയായിരുന്നു ആ സാധനം. ആരെങ്കിലും സംരക്ഷിക്കാൻ അങ്ങനെ എല്ലാം നേരം കരുതുന്നുണ്ടോ? I don't know why.
അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ആരെ സംരക്ഷിക്കണം? ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെടാനുള്ളത്? ഒരു ചലച്ചിത്ര താരമെന്ന നിലയിൽ സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ അത് എന്റെ ഇൻഡസ്ട്രീനോട് അഭ്യർത്ഥിക്കട്ടെ. സർക്കാർ പിന്നെ അതിലെ ഞാൻ സർക്കാരിലല്ലോ, ഞാൻ എന്തെങ്കിലും മിനിസ്റ്റർ ആയാൽ ഞാൻ അവരോട് അഭ്യർത്ഥിക്കാം. പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ചില സിനിമകളിൽ നിന്ന് അവസ്ഥ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും രീതിയിൽ അതിനെ പ്രതികരിച്ചിട്ടുണ്ടോ? നോ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിട്ടാനുള്ള സിനിമ കിട്ടും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് എനിക്ക് വന്ന് സിനിമ തരും. എനിക്ക് കുറെ പ്രൊഡ്യൂസേഴ്സിന്റെ അവർ സൈൻ ചെയ്യും. അങ്ങനെ കിട്ടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനകത്ത് ഇങ്ങനെ ഫോഴ്സ് പ്രവർത്തിക്കുന്നത് ഒരു അനീതിയായിട്ട് തോന്നുന്നു. ഒബ്വിയസ്ലി സങ്കടം തോന്നില്ലേ? 8-9 പടത്തിന്റെ സൈനിങ് എമൗണ്ട് കിട്ടിയിട്ട് വെട്ടി വിഴുങ്ങിയ ആളാ ഞാന്. അതിപ്പോ എത്ര വർഷമായി? 10 വർഷം, ഓൾമോസ്റ്റ് 8-9 ഇയേഴ്സ് ആയി. പക്ഷെ എന്നോട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെ ഒരാൾ സൈനിങ് എമൗണ്ട് തന്നിട്ട് അത്ര വലിയ ബഡ്ജറ്റായ സിനിമകളല്ല നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത്. അപ്പൊ അത്ര പൈസകൾ വന്ന്, ബട്ട് ദാറ്റ്സ് ഓക്കെ. അനുഭവങ്ങൾ ഇഷ്ടമുള്ള നടിമാരില്ല. ഇപ്പോൾ ഇങ്ങനെ നിലപാട് പറഞ്ഞ കുറെ പേര് ഇതിന്റെ പേരിൽ തന്നെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം. എല്ലാവർക്കും എന്റെ പോലെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല. ഞാൻ വീണ്ടും പറയുന്നത്, ഫാമിലി സപ്പോർട്ടാണ് എന്റെ ഏറ്റവും വലിയ ബലം. എന്നെയോ? ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ലേ? നിങ്ങൾ എന്നെ മാറ്റി നിർത്തോ? അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യോ? നിങ്ങൾ എന്നെ പറ്റി എന്തെങ്കിലും മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയോ? ഗുഡ് ബോയ്സ്. മാറ്റി നിർത്തിയാലും ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടാവും അല്ലേ? വിഷയങ്ങളല്ലേ, അതിന്റെ സ്വഭാവം അറിയണം. ഞാൻ ആദ്യം അവര് അഡ്വാൻസ് തരുന്നു, അതിനുശേഷം വിളിച്ചു പറയുകയാണ്. എത്രയോ വർഷമായി ഞാൻ സിനിമ ചെയ്തിട്ട്, ഒരു വെബ് സീരീസ് എപ്പോ ചെയ്ത്. നീ വരാനുള്ള നീ പ്രൊഡ്യൂസർ ഡയറക്ടർ അവരെ ഒന്നും നിർത്തല്ലേ, വരണേ. കളിമണ്ണ് പോലെ വളരെ പ്രധാനപ്പെട്ട, വളരെ സ്ട്രഗിൾ ചെയ്ത സിനിമ അഭിനയിച്ച ഒരു അഭിനേത്രിയാണ് താങ്കൾ. ആ താങ്കളെ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമോ എന്നുള്ളത്? അല്ല, അപ്പോ കളിമണ്ണിനെ ഒതുക്കാൻ കുറെ ആൾക്കാർ നോക്കിയല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു ഘട്ടം എങ്ങനെയാണ്? ബിക്കോസ് കളിമണ്ണ് ഒരു വലിയൊരു മാറ്റമായി വരും എന്നുള്ള ഒരു സ്ത്രീ പ്രാധാന്യമുള്ള ഒരു സിനിമ ബ്ലെസ്സിയേട്ടൻ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന് മാറ്റാനും അതിന് കുറെ തിയേറ്റേഴ്സ് മാറ്റി അത് ഓടിക്കാതെ ഇരിക്കാൻ വേണ്ടി കുറെ ട്രൈ ചെയ്യും. ബട്ട് ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അഭിപ്രായം മാമിന് പോലും പറയാതൊന്നും ഇരിക്കില്ല. എനിക്ക് അല്ല, എന്തിനു ഞാൻ വെറുതെ എല്ലാം ഹലോ ഒരു ന്യൂസ് തരണം, അതൊന്നും എന്റെ പണിയല്ല. മൈ ജോലി ഈസ് ടു ഡു നല്ല സിനിമ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും എനിക്ക് പ്രതികരിക്കാൻ എനിക്ക് വേറെ പണിയില്ലേ. എനിക്ക് ഒരു കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഈ മാറ്റി നിർത്തപ്പെടുന്ന ഘട്ടങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ തോന്നിയിട്ടില്ല? ഇല്ലല്ല, എനിക്കിതിൽ അതാ ഞാൻ പറഞ്ഞ, ഇത് ഈ പവറോ ഇത് എനിക്കറിയില്ല. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ദുഷ്മന്മാരാണ്. യെസ്, ബിക്കോസ് ഞാൻ ബോംബെയിൽ താമസിക്കുകയാണ്, എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്. ഭയങ്കര നാണക്കേട് മാത്രമല്ല, എല്ലാവരും കളിയാക്കണമുണ്ട്. പക്ഷെ ഈ മാറ്റത്തിന് ഒരു വലിയൊരു അഭിനന്ദനങ്ങളും എല്ലാവരും പറയുന്നുണ്ട്.